നമസ്കാരം. നിങ്ങൾ തന്ന ഈ സംസ്കൃത വ്യാകരണത്തെക്കുറിച്ചുള്ള രേഖകൾ ഞാനിങ്ങനെ നോക്കുകയായിരുന്നു. ആ എങ്ങനെയുണ്ടായിരുന്നു? സത്യം പറഞ്ഞാൽ ആദ്യമൊന്ന് രഘു. ഈ ഹലന്ത്യം, ആദിരന്തേന സഹയത എന്നൊക്കെ കേട്ടപ്പോ പണ്ടത്തെ സ്കൂൾ ക്ലാസ് ഓർമ്മ വന്നു. അത് സ്വാഭാവികമാണ്. പക്ഷേ കുറച്ചുകൂടി ഉള്ളിലേക്ക് ചെന്നപ്പോൾ എനിക്കൊരു കാര്യം തോന്നി. ഇത് വെറുമൊരു വ്യാകരണ പുസ്തകമല്ല. ഓ ഇതൊരു ഭാഷയെ പ്രവർത്തിപ്പിക്കുന്ന ഒരുതരം സോഴ്സ് കോഡ് പോലെയാണ്. ആയിരക്കണക്കിന് വർഷം പഴക്കമുള്ള ഒരു കമ്പ്യൂട്ടർ പ്രോഗ്രാം. നമുക്ക് ഈ കോഡൊന്ന് ഡീകോഡ് ചെയ്ത് നോക്കിയാലോ? കൊള്ളാം. ആ സോഴ്സ് കോഡ് എന്ന പ്രയോഗം വളരെ ശരിയാണ്. കാരണം ഈ സംജ്ഞാപ്രകരണം, അതായത് പാണിനിയുടെ അഷ്ടാധ്യായിയുടെ ആദ്യ ഭാഗം, ഒരു ഫൗണ്ടേഷൻ ലെയർ പോലെയാണ്. ഒരു പ്രോഗ്രാം തുടങ്ങുന്നതിന് മുൻപ് നമ്മൾ വേരിയബിൾസ് ഡിഫൈൻ ചെയ്യില്ലേ, അതുപോലെ. അതെ, അതുതന്നെ. ഇന്റ് എക്സ് ഈക്വൽ ടു 10 എന്നൊക്കെ പറയുന്നത് പോലെ. അപ്പോ എന്താണ് ഇവിടുത്തെ ആദ്യത്തെ വേരിയബിൾ? സംജ്ഞ എന്ന വാക്ക് തന്നെയാണോ? അതിന്റെ അർത്ഥം പേര് എന്നല്ലേ? അതെ, സംജ്ഞ എന്നാൽ ഒരു സാങ്കേതികമായ പേര്. വലിയ ആശയങ്ങളെ അല്ലെങ്കിൽ ഒരു കൂട്ടം അക്ഷരങ്ങളെ ഒരു ചെറിയ വാക്കിൽ ഒതുക്കുക. എന്തിനാണത്? പിന്നീട് നിയമങ്ങൾ പറയുമ്പോൾ ആ വലിയ ആശയം മുഴുവൻ വീണ്ടും വീണ്ടും പറയേണ്ടി വരില്ല. പകരം ഈ ചെറിയ പേര് ഉപയോഗിച്ചാൽ മതി. സംഭാഷണം ലളിതവും കൃത്യവുമാക്കാനുള്ള ഒരു മാർഗം. ഓക്കെ. അപ്പോൾ നമുക്ക് ആദ്യത്തെ നിയമത്തിലേക്ക് കടക്കാം. നിങ്ങളുടെ രേഖകളിലെ ഹലന്ത്യം എന്ന സൂത്രം. ഉപദേശാവസ്ഥയിലുള്ള ഒരു വാക്കിന്റെ അവസാനത്തെ വ്യഞ്ജനാക്ഷരത്തിന് ഇത് എന്ന് പേര് നൽകുന്നു എന്ന് പറയുന്നു. ഇവിടെ എനിക്കൊരു സംശയം. എന്താണ്? ഒന്നിന് ഒരു പേര് കൊടുക്കുന്നു, എന്നിട്ട് അതിനെ ഒഴിവാക്കുകയാണെന്ന് പിന്നീട് പറയുന്നു. എന്തിനാണ് ഒരു അക്ഷരത്തെ ഒരു നിയമത്തിൽ ഉൾപ്പെടുത്തുന്നത്? അതിനെ ഡിലീറ്റ് ചെയ്യാൻ വേണ്ടി മാത്രം? നല്ല ചോദ്യം. കാരണം ആ ഡിലീഷനാണ് അതിന്റെ ഏറ്റവും വലിയ ഉപയോഗം. അതെങ്ങനെ? ഇത് എന്ന് പേരിടുന്ന അക്ഷരങ്ങൾ യഥാർത്ഥത്തിൽ ഭാഷയുടെ ഭാഗമല്ല. അവ നിയമങ്ങൾ ഉണ്ടാക്കാനുള്ള അടയാളങ്ങൾ, അതായത് മാർക്കേഴ്സ് മാത്രമാണ്. നിങ്ങൾ തന്ന രേഖകളിൽ മഹേശ്വര സൂത്രങ്ങൾ എന്ന 14 ചെറിയ സൂത്രങ്ങൾ കണ്ടില്ലേ? കണ്ടോ. ആ ഇ ഉ ണ ഋ ല ക എന്നിങ്ങനെയുള്ളത് ഒരു ചാർട്ട് പോലെ. അതെ, ആ ഓരോ സൂത്രത്തിന്റെയും അവസാനമുള്ള വ്യഞ്ജനം, ആ ഞ ക ഒക്കെ, അവയ്ക്കെല്ലാം ഹലന്ത്യം എന്ന നിയമപ്രകാരം ഇത് എന്ന പേരുണ്ട്. ഓ എന്നുവെച്ചാൽ അവയെല്ലാം അടയാളങ്ങൾ മാത്രമാണ്. ഒരു കമ്പ്യൂട്ടർ കോഡിൽ നമ്മൾ "ദിസ് ഇസ് എ കൊമന്റ്" എന്നെഴുതില്ലേ? എഴുതും. കോഡ് പ്രവർത്തിക്കുമ്പോൾ കമ്പ്യൂട്ടർ ആ വരി അവഗണിക്കും. പക്ഷേ കോഡ് വായിക്കുന്ന ആൾക്കതൊരു വഴികാട്ടിയാണ്. അതുപോലെയാണ് ഈ ഇത് എന്ന അക്ഷരങ്ങൾ. ഒരു മിനിറ്റ്. അപ്പൊ നിങ്ങൾ പറയുന്നത് ഈ ഇത് അക്ഷരങ്ങൾ ഒരു കമാൻഡിന്റെ അവസാനത്തെ സെമികോളൺ പോലെയാണെന്നാണോ? ഇവിടെ ഈ നിർദ്ദേശം തീർന്നു എന്ന് സിസ്റ്റത്തെ അറിയിക്കാനുള്ള ഒരു സിഗ്നൽ. കൃത്യം. വളരെ ശരിയാണ്. അതൊരു അതിലടയാളമാണ്. നിയമം എവിടെ തുടങ്ങണം, എവിടെ അവസാനിക്കണമെന്ന് കൃത്യമായി അടയാളപ്പെടുത്താൻ ഈ ഇത് അക്ഷരങ്ങൾ സഹായിക്കുന്നു. കൊള്ളാം. ഈയൊരാശയം മനസ്സിലാക്കിയാൽ സംസ്കൃത വ്യാകരണത്തിലെ ഏറ്റവും ശക്തമായ ഒരു ഷോർട്ട് കട്ടിന്റെ വാതിൽ നമുക്ക് തുറക്കാൻ പറ്റും. അതാണ് പ്രത്യാഹാരങ്ങൾ. ആദിരന്തേന സഹേത എന്ന അടുത്ത സൂത്രം. അതെ, ആദ്യത്തെ അക്ഷരവും അവസാനത്തെ ഇത് എന്ന് പേരുള്ള അക്ഷരവും ചേർന്നാൽ അതിനിടയിലുള്ള എല്ലാ അക്ഷരങ്ങളെയും പ്രതിനിധീകരിക്കാം. ഇത് കേട്ടിട്ട് എനിക്ക് സോഷ്യൽ മീഡിയയിലെ ഹാഷ്ടാഗാണ് ഓർമ്മ വരുന്നത്. ഹാഷ്ടാഗോ? അതെ, ഹാഷ്ടാഗ് സംസ്കൃതം എന്ന് ടൈപ്പ് ചെയ്താൽ സംസ്കൃതവുമായി ബന്ധപ്പെട്ട എല്ലാം ഒരുമിച്ചു വരുന്നത് പോലെ. കൊള്ളാം. ഇന്നത്തെ കാലത്ത് ഇത് വിശദീകരിക്കാൻ പറ്റിയ ഏറ്റവും നല്ല ഉദാഹരണം അത് തന്നെയാണ്, ഒരു ഹാഷ്ടാഗ് പോലെ. ഒന്ന് വിശദീകരിക്കാമോ? തീർച്ചയായും. നമുക്ക് മഹേശ്വര സൂത്രങ്ങളിലെ ആദ്യത്തെ സൂത്രം നോക്കാം. ആ ഇ ഉ ണ്. ഓക്കെ. ക്ക് എടുക്കുന്നു, എന്നിട്ട് രണ്ടും കൂടി ചേർക്കുന്നു. അതെ. അപ്പോൾ അക് എന്ന പ്രത്യാഹാരം ഉണ്ടാകുന്നു. ഓക്കെ, അക്. അതുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്? അക് എന്ന് പറഞ്ഞാൽ ആ മുതൽ ക്ക് വരെയുള്ള അക്ഷരങ്ങൾ. പക്ഷെ ഒരു നിബന്ധനയുണ്ട്. എന്താണത്? ഇടയിലുള്ള ഇത് അക്ഷരങ്ങളെ ഒഴിവാക്കണം. അപ്പോ ആ ഇ ഉ കഴിഞ്ഞു വരുന്ന ന് ഒഴിവാക്കും, പിന്നെ റ് ല്. ഓ, അപ്പോ അക്ക് എന്ന രണ്ടക്ഷരം കൊണ്ട് ആ ഇ ഉ റ് ല് എന്നീ 5 അടിസ്ഥാന സ്വരങ്ങളെ മുഴുവൻ പറഞ്ഞു. അതെ. ഇത് ശരിക്കും ഭാഷയുടെ ഒരു സിപ്പ് ഫയൽ പോലെയാണല്ലോ. ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുൻപ് പാണിനി ഒരുതരം കംപ്രഷൻ അൽഗോരിതം കണ്ടുപിടിച്ച പോലെ. ആ പ്രയോഗം എനിക്കിഷ്ടപ്പെട്ടു. ഒരു കംപ്രഷൻ അൽഗോരിതം തന്നെ. എല്ലാ സ്വരാക്ഷരങ്ങളെയും ഒരുമിച്ച് കുറിക്കാൻ അച്ച് എന്ന പ്രത്യാഹാരം ഉപയോഗിക്കുന്നു. എല്ലാ വ്യഞ്ജനാക്ഷരങ്ങൾക്കോ? അതിന് ഹൽ എന്നും.
ഇനി പാണിനിക്കൊരു നിയമം എഴുതുമ്പോൾ എല്ലാ സ്വരാക്ഷരങ്ങൾക്കും ശേഷം ഒരു വ്യഞ്ജനാക്ഷരം വന്നാൽ എന്നൊന്നും നീട്ടിപ്പരുത്തി എഴുതണ്ട. ഓഹോ. അച്ചിൻ ഹൽപരമായാൽ എന്ന് 2ഓ 3ഓ വാക്കിൽ കാര്യം തീർന്നു. നിയമങ്ങൾ എത്ര ലളിതമായി എന്ന് നോക്കൂ. സമ്മതിച്ചു. പക്ഷേ ഇതിനൊരു പ്രായോഗികമായ പ്രശ്നമില്ലേ? ഈ ഷോർട്ട് കട്ടുകൾ ഉപയോഗിക്കണമെങ്കിൽ ഈ 14 മഹേശ്വര സൂത്രങ്ങളും അവയുടെ ക്രമവും നമ്മൾ കാണാതെ പഠിക്കണമല്ലോ. തീർച്ചയായും അത് മനഃപ്പാടമാക്കണം. പുരാതന ഭാരതത്തിലെ പഠനരീതി തന്നെ ശ്രുതിയെയും സ്മൃതിയെയും ആശ്രയിച്ചായിരുന്നല്ലോ. അത് ശരിയാണ്. ഈ 14 സൂത്രങ്ങൾ വളരെ താളാത്മകമാണ്, ഒരു പാട്ടുപോലെ. അതുകൊണ്ട് കുട്ടിക്കാലത്ത് തന്നെ ഇത് എളുപ്പത്തിൽ പഠിക്കാൻ സാധിച്ചിരുന്നു. വ്യാകരണ പഠനത്തിന്റെ താക്കോൽ അതായിരുന്നു. ശരി. അപ്പോൾ നമ്മൾ അക്ഷരങ്ങളെ ഗ്രൂപ്പ് ചെയ്യാൻ പഠിച്ചു. ഇനി ഈ അക്ഷരങ്ങൾ ചേർന്നുണ്ടാകുന്ന വാക്കുകളുടെ ഘടനയെക്കുറിച്ച് ഈ നിയമങ്ങൾ എന്തു പറയുന്നു? ഉദാഹരണത്തിന് രാഷ്ട്രം എന്ന വാക്കിലെ ഷ്ട്ര പോലെയുള്ള കൂട്ടക്ഷരങ്ങൾ. അവിടെയാണ് അടുത്ത സംജ്ഞ വരുന്നത്, സംയോഗം. സംയോഗം. സൂത്രം വളരെ ലളിതമാണ്. ഹലോനന്തര സംയോഗ. അതായത് ഹൽ എന്നാൽ വ്യഞ്ജനം, അനന്തരാഹ എന്നാൽ ഇടവേളയില്ലാത്തത്. അപ്പോ ഇടയിൽ സ്വരങ്ങളുടെ സഹായമില്ലാതെ ഒന്നിച്ചു വരുന്ന വ്യഞ്ജനാക്ഷരങ്ങളുടെ കൂട്ടമാണ് സംയോഗം. ഓക്കെ. രാഷ്ട്രം എന്നതിലെ ഷ, ട്, റ് എന്നിവ ഒരുമിച്ചു വരുന്നു. അതെ, അവയ്ക്കിടയിൽ സ്വരങ്ങളില്ല. അതുകൊണ്ട് ഷ്ട്ര ഒരു സംയോഗമാണ്. വിദ്യ എന്നതിലെ ദ്യ മറ്റൊരുദാഹരണം. ശരി. സംയോഗം എന്നാൽ കൂട്ടക്ഷരം. ഇനി പദം എന്നുണ്ടല്ലോ, അതെന്താണ്? അടുത്ത സൂത്രം നോക്കൂ. സുപ്തിങ്ങന്തം പദം. സുപ്, തിങ് എന്നീ പ്രത്യയങ്ങളിൽ അവസാനിക്കുന്നവയാണ് പദം. അതായത് ഒരു പൂർണ്ണമായ വാക്ക്. ഒരു മിനിറ്റ്, വെറുതെ രാമ എന്നെഴുതിയാൽ അതൊരു പദമല്ലേ? അല്ല, വ്യാകരണപരമായി അതൊരു പൂർണ്ണ പദമല്ല. എന്തുകൊണ്ട്? രാമ എന്ന് കേട്ടാൽ നമുക്ക് അർത്ഥം മനസ്സിലാകുമല്ലോ. പിന്നെന്തിനാണ് ഒരു പ്രത്യയം വേണമെന്ന് ഇത്ര നിർബന്ധം? കാരണം ഒരു വാക്യത്തിൽ ഓരോ വാക്കിനും ഒരു ധർമ്മമുണ്ട്. ആ ധർമ്മം തീരുമാനിക്കുന്നത് ഈ പ്രത്യയങ്ങളാണ്. ഉദാഹരണത്തിന് രാമൻ രാവണനെ കൊന്നു എന്ന വാക്യമെടുക്കാം. ഇവിടെ രാമൻ കർത്താവാണ്, രാവണനെ കർമ്മമാണ്. ശരി. സംസ്കൃതത്തിൽ ഇത് രാമഹ രാവണം ഹന്തി എന്നാണ്. രാമഹ എന്നതിലെ അഹ എന്ന പ്രത്യയം അത് കർത്താവാണെന്ന് സൂചിപ്പിക്കുന്നു. രാവണം എന്നതിലെ എന്ന പ്രത്യയം അത് കർമ്മമാണെന്നും. ഓ. ആ പ്രത്യയങ്ങളില്ലാതെ വെറുതെ രാമ രാവണ ഹന്തി എന്നു പറഞ്ഞാൽ ആരാണ് ആരെ കൊന്നതെന്ന് വ്യാകരണപരമായി ഒരു വ്യക്തതയുണ്ടാവില്ല. കൊള്ളാം, ഇപ്പോൾ വ്യക്തമായി. അപ്പോൾ ഒരു വാക്ക് പൂർണ്ണമാകണമെങ്കിൽ അതിനൊരു ധർമ്മം വേണം. അത് നൽകുന്നത് പ്രത്യയങ്ങളാണ്. ഇനി ഈ വാക്കുകൾക്ക് മാറ്റങ്ങൾ സംഭവിക്കുന്നതിനെക്കുറിച്ചും പറയുന്നുണ്ടല്ലോ. ഗുണം, വൃദ്ധി എന്നിങ്ങനെ ചില കോഡുവാക്കുകൾ പോലെ. അതെ, അതേൻ ഗുണഃ വൃദ്ധിരാദേജ്. എന്താണിത്? ഇതും നിയമങ്ങളെ എളുപ്പമാക്കാനുള്ള മറ്റൊരു മാർഗമാണ്. വാക്കുകൾ കൂടിച്ചേരുമ്പോഴും പുതിയ വാക്കുകൾ ഉണ്ടാകുമ്പോഴുമൊക്കെ സ്വരങ്ങൾക്ക് ചില പൊതുവായ മാറ്റങ്ങൾ സംഭവിക്കും. എങ്ങനെയുള്ള മാറ്റങ്ങൾ? ഉദാഹരണത്തിന് ഈ അല്ലെങ്കിൽ ഈ എന്ന സ്വരം ചില സാഹചര്യങ്ങളിൽ എ ആയി മാറും. ഉ അല്ലെങ്കിൽ ഉ എന്നത് ഓ ആയി മാറും. ഈ മാറ്റത്തിന് പാണിനി നൽകിയ പേരാണ് ഗുണം. ആ, അപ്പോ ഒരു നിയമത്തിൽ ഇവിടെ ഈ ഉ എന്നിവയ്ക്ക് പകരം എ ഓ എന്ന് വരും എന്നൊക്കെ വിശദീകരിക്കുന്നതിന് പകരം അതെ, ഇവിടെ ഗുണം സംഭവിക്കും എന്ന് ഒറ്റവാക്കിൽ പറഞ്ഞാൽ മതിയല്ലേ? അതെ. ഇത് ഒരു വേർഡ് പ്രോസസ്സറിലെ ഫൈൻഡ് ആൻഡ് റീപ്ലേസ്